അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ബിരിയാണിയാണ്. അതിനും വേണ്ടി ഞാൻ 5 kg ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. 2.5 കിലോ ചിക്കനും 2.5 കിലോ അരിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതിനും വേണ്ടി ഞാൻ 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൽക്കൊരു 5 പച്ചമുളകും കുറച്ച് പുതിനേൻ്റെ ഇലയും കൂടി വേണം. അതൊന്ന് വാടി കിട്ടട്ടെ. ഞാൻ 5 കിലോക്ക് ഒരു 1/2 കിലോ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം. ആരെങ്കിലുമൊക്കെ വിരുന്നേര് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ബിരിയാണിയാണ്. വീട്ടിൽ പിന്നെ എല്ലാം ഉണ്ടാവുമല്ലോ. അത് വെച്ച് എങ്ങനെയാണ് എളുപ്പത്തിൽ വേഗം ബിരിയാണി ഉണ്ടാക്കണമെന്ന് ഇന്നത്തെ റെസിപ്പി. എണ്ട് വരെ കണ്ടു നോക്കണം. എന്നാലേ ഇതിൽ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉണ്ടാവും, അത് മനസ്സിലാവുള്ളൂ. ഇനി ഇതിൽക്ക് വേണ്ടത് ഇഞ്ചും വെളുത്തുള്ളിയാണ്. അതിൽക്ക് ഞാൻ 150 ഗ്രാം വെളുത്തുള്ളി 150 ഗ്രാം ഇഞ്ചിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇനി ഇതിൽക്ക് വേണ്ടി ഗരം മസാലയ്ക്ക് വേണ്ടി പൊടിച്ച് വെച്ചിരുന്നു. അതിൽക്ക് എന്തൊക്കെ ഇട്ടുന്ന പട്ട, കറാമ്പ്, കുറച്ച് കുരുമുളക്, പിന്നെ പെരിഞ്ചീരകം, കുറച്ച് മല്ലി, പിന്നെ വന്ന് കസ്തൂരി മേത്തി, ബിരിയാണീൻ്റെ ഇലയും കൂടി ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽക്ക് ഞാൻ പച്ചമുളകും മല്ലി ചപ്പും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽക്ക് അരച്ചിരിക്കുന്നത് 10 പച്ചമുളകും 1/2 കെട്ട് മല്ലിച്ചപ്പും കൂടിയാണ്. 1/2 കെട്ട് നമുക്ക് ഇതിൽക്ക് മുറിച്ചിടേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൽക്ക് 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും കുരുമുളകും ഇട്ടതുകൊണ്ട് 1 സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി. എരു കൂടി പോവും, നോക്കി ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ടത് നിങ്ങൾക്ക് അറിയില്ല, നോക്കിയിട്ട് കൊടുക്കേണ്ടി. ഇപ്പം നമ്മൾ ഒരു 1/2 കിലോ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. നാട്ടി തക്കാളി വേണം മുറിക്കാൻ. ഇതിൽ നല്ല ഒന്നും ഇതാക്കി കാടി പിടിക്കാത്ത മാതിരി നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിന് ആവശ്യത്തിന് ഈ തക്കാളി വേകാണ്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കൂടുതൽ ഉപ്പിടണ്ട. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ 2 സ്പൂണ് ഈ തക്കാളി വേകാനായിട്ട് 2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക ഇതിൽക്ക്. ചിക്കൻ വാങ്ങുമ്പോൾ ബിരിയാണി പീസ് ഇങ്ങനെ ഇട്ട് അടിച്ചിരിക്കുന്നത് വലിയ പീസായിട്ട്. അതൊന്നും നല്ല ഒന്ന് വരട്ട് കൊടുക്കണം. എന്നാലും മസാലയൊക്കെ നല്ല പൊടിച്ച് കിട്ടുള്ളൂ. നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അതിൽക്ക് 2 സ്പൂൺ ഇട്ടതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇടണില്ല അതിൽക്ക്. പിന്നെ അരി ഇട്ട് കൊടുക്കുമ്പോൾ ഇടാം. ഈ ഇറച്ചി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽക്ക് ഒരു 1/2 ലിറ്റർ തൈര് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇറച്ചി നല്ല ഒന്ന് വേഗട്ടെ, എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനേ. ചിക്കനായ നല്ല ഒന്ന് വേഗണം, കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മതി, ഹാഫ് ബോയിൽ ആയാൽ മതി. പിന്നെ നമ്മളിതിൽ
അരിയിട്ടതിന് ശേഷം വേഗം ദമ്മിനിടല്ലോ. അതുകൊണ്ട് ഒരു ഹാഫ് ബോയിലായ മതി. ഒരു 2-3 തള തളിച്ചതിന് ശേഷം തൈരിട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇത് ഇറച്ചി വെന്തിട്ടുണ്ട്. ഞാൻ അരി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിന് അളന്നിട്ടാണ് ഞാൻ ഒരു പാത്രം എടുത്ത് അളന്ന് വെച്ചിരുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഇതിലേക്ക് വെള്ളം വയ്ക്കേണ്ടത്. എപ്പോഴും അരി അളക്കുമ്പോൾ ഒരു പാത്രത്തിൽ അളന്ന് നിങ്ങൾ വെക്കേണ്ടിട്ടാ. ഞാൻ ഈ പാത്രത്തിൽ 2 പാത്രം അരിയാണ് അളന്നിക്കുന്നത്. അപ്പോൾ ഇത് ഈ പാത്രത്തിൽ തന്നെ 4 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 4 ജഗ്ഗാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടത്. എന്നിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അരി എൻ്റെ പുതരാൻ. ഞാൻ അരി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഓട്ടപാത്രത്തിൽ. നമുക്കിത് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ അരി ഇടണേ. വെള്ളം തിളച്ചിട്ട് വേണം നിങ്ങൾക്ക് എപ്പോഴും അരി വെള്ളം ഇട്ട് കൊടുക്കാൻ. നമുക്ക് അടി പിടിക്കാതൊക്കെ നല്ലൊന്ന് ഇളക്കി വിടണം. അപ്പോൾ ഇളക്കണം എന്നില്ല, ഒരു 2 വട്ടം ഇളക്കി വിട്ടാൽ മതി. ഇത് അരി പൊട്ടുമില്ലെങ്കിൽ അരി ഇളക്കി കൊടുക്കുമ്പോൾ എന്താ പറയുക അടി കരിയൂല. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ ഒരു ചെറുനാരങ്ങപ്പം മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ കൊഴിച്ചു കൊടുക്കട്ടെ. അരക്കിട്ട് മല്ലിയില നമ്മൾ മുറിച്ച് വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ചെറുനാരങ്ങ പിഴിഞ്ഞതും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇത് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ദമ്മിനിടുന്നതിൻ്റെ മുന്നേ ഞാൻ സ്ലോ ആക്കിയിട്ടുണ്ട്. സ്റ്റൗവ് സ്ലോ ആക്കിയിട്ട് വേണം നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി വേകൂല, ദമ്മാവൂല. അതുകൊണ്ടാണ്. അപ്പോൾ സ്ലോ ആയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ദമ്മിനിടാൻ. നമ്മൾ ഈ ദമ്മിനിടാൻ ഈ ഒരു കോട്ടൻ്റെ തുണി എടുത്തുകൊണ്ട് നനച്ചു കൊടുക്കണം കേട്ടോ. നനച്ചിട്ട് വേണം ഇങ്ങനെ ഇടാൻ. ഇട്ടിട്ട് ഒരു നല്ല മൂടി അടുപ്പിട്ടിട്ട് ഇതിൻ്റെ മേൽക്ക് തുണി ഇട്ടുങ്ങാണ്ട് എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കണം അതിൻ്റെ മേൽക്ക്. ഈ ദമ്മിടുമ്പോൾ എപ്പോഴും തുണി നനച്ച് വെക്കണം കേട്ടോ. നനച്ചിട്ട് വേണം ദമ്മിനിടാൻ തുണി. നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.